ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ കെ നിഷാദ് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം മലയാള സിനിമയിലെ പിന്നണി ഗായകൻ കൂടിയാണ്. ശ്രീ കെ നിഷാദ്, വലിയ ദുഃഖം നൽകുന്ന ഒരു സാഹചര്യമാണ്. ആ ഗാനം നിലച്ചു, ആ ശബ്ദമാധുര്യം നിലച്ചു, ആ ഭാവഗായകൻ ഇനിയില്ല എന്നുള്ളത് ഉൾക്കൊള്ളാൻ തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം സമയമെടുക്കും. പക്ഷേ ആ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തൊക്കെ ഓർമ്മകളാണ് നിഷാദിന് പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായിട്ടും എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എന്ന് പറയുന്ന ഒരുപാട് വേദികൾ അദ്ദേഹത്തോടൊപ്പം പാടാൻ സാധിച്ചിട്ടുണ്ട്. ആ വേദികൾ പാടുമ്പോൾ തന്നെ എനിക്ക് തരുന്ന പ്രോത്സാഹനം, പ്രത്യേകിച്ച് അദ്ദേഹം ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. അപ്പൊ കോഴിക്കോട് ബാബുക്കയുടെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പാട്ട് പാടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് മെഹഫിലുകളിലൊക്കെ ഒരുപാട് ബാബുക്കയോടൊപ്പം പാടിയിട്ടുള്ള ഒരാളാണ്. ആ കഥകളെല്ലാം, എന്താ പറയാ, ഓർമ്മകളെല്ലാം എപ്പോഴും പറയുമായിരുന്നു. അപ്പോ ഞാൻ കൂടുതലും ബാബുക്കയുടെ പാട്ടുകൾ പാടുന്നത് കേൾക്കാനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ പാടുമ്പോൾ എപ്പോഴും എന്നോട് പറയും, നീ ബാബുക്കയുടെ പാട്ടുകളാണ് കൂടുതൽ പാടുന്നത് എന്ന് പറയും. പുതിയ പാട്ടുകൾ പാടുമ്പോഴും പറയും. അപ്പോ അങ്ങനെ പാടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അപ്രീസിയേഷൻ, അതിന്റെ ഒരു വീഡിയോ തന്നെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുന്നതും ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പാടുന്ന ഒരു വീഡിയോ, ബാബുക്കയുടെ പാട്ട്. അപ്പൊ എന്ന് വെച്ചാൽ അത് ഒരു ആത്മബന്ധം കൂടിയായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഒരു ലൈവിൽ ഇരിക്കുന്ന സമയത്താണ്, ഒരുപാട് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വയ്യാതെ ആവുന്നത്. ഒരു നഷ്ടം തന്നെയാണ് സത്യം പറഞ്ഞത്. ഇപ്പൊ ലാസ്റ്റ് പാടിയ പാട്ട് വരെ ജനങ്ങൾ നെഞ്ചോടെ ചേർത്ത് വെച്ച പാട്ടാണ്. അപ്പം അതൊരു വിഷമം തന്നെയാണ് സംഗീത ലോകത്ത്. ഞങ്ങളെ സംബന്ധിച്ച് പേഴ്സണലിയും ഞങ്ങൾക്ക് ഒരുപാട് വിഷമം തരുന്നുണ്ട്. യെസ്, നിഷാദ് പറഞ്ഞതുപോലെ തന്നെ ബാബുക്കയുടെ പാട്ടുകൾ താങ്കൾ പാടുന്നത് കേൾക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടമെന്ന് പറയുന്നത്. അതിലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ഏതാണ്? ഞാൻ ഒരിക്കലും ഒരു പാട്ട് പാടിയത് വിജനതീരമേ എന്നുള്ള പാട്ട് ഞാൻ പാടിയിരുന്നു. അതാണ് അദ്ദേഹം കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. പിന്നെ ഒരു പുഷ്പം മാത്രം എന്നുള്ള പാട്ട്, അതും ഒരുപാട് വേദികൾ അദ്ദേഹത്തോടൊപ്പം പാടിയിട്ടുണ്ട്. അപ്പോ ഈ പാട്ടുകൾ അദ്ദേഹത്തിന് വളരെ, ഏത് പാട്ട് പാടിയാലും, ബാബുക്കയുടെ ഏത് പാട്ട് പാടിയാലും, അതുപോലെ തന്നെ ഒരുപാട് രാത്രികളിൽ അദ്ദേഹം ഫോണിലൂടെ എത്രയോ പാട്ടുകൾ, മലയാളം, ഹിന്ദി, അദ്ദേഹം റഫി സാബിന്റെ വലിയൊരു ആരാധകനായിരുന്നു. റഫി സാബിന്റെ ഒരുപാട് പാട്ടുകൾ, നമ്മൾ കേൾക്കാത്ത റെയർ പാട്ടുകളൊക്കെ ഷെയർ ചെയ്ത് തരികയും, അതേപോലെ തന്നെ തമിഴിലെ എന്താ പറയാ, ക്ലാസിക് ആയിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം കേൾപ്പിക്കുമായിരുന്നു. MSP സാറിന്റെയും ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും പാട്ടുകൾ അദ്ദേഹം കേൾപ്പിക്കുമായിരുന്നു. അദ്ദേഹം പാടി കേൾപ്പിക്കും. അദ്ദേഹം പാടി കേൾക്കുമ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കണമെന്ന് തോന്നും. അത്ര മനോഹരമായിട്ടാണ് പാടിത്തരുന്നത്. അത്രയും എന്താ പറയാ, ഹൃദയത്തിൽ നിന്നാണ് പാടിത്തരുന്നത്. അപ്പൊ നമ്മൾ ആ പാട്ട് പോയി കേൾക്കും. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പ്രത്യേകതയുള്ള ഒരു സിംഗിങ് ആയിരുന്നു. അപ്പൊ ഏത് പാട്ട് അദ്ദേഹം പാടുമ്പോഴും അതിന്റെ ഒരു അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മൾ കേൾക്കാത്ത പഴയ തമിഴ് ഗാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് പോയി കേൾക്കാൻ നമുക്കിങ്ങനെ തോന്നും. ആ രീതിയിലാണ് അദ്ദേഹം പാടി അവതരിപ്പിക്കുക പാട്ട്. അപ്പം അങ്ങനെ ഈ സംഗീതത്തിന്റെ മേഖല അങ്ങനെ തന്നെ. അതേപോലെ തന്നെ ബാബുക്കയുടെ പാട്ടുകൾ അദ്ദേഹത്തിന് ഏത് പാട്ടെടുത്താലും ഇഷ്ടമാണ്. പ്രത്യേകിച്ചൊരു പാട്ടില്ല, ഏത് പാട്ടും. അതേപോലെ റഫി സാബ്, ബാബുക്ക, പിന്നെ MSP സാറ്, സുശീലാമ്മ, ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അത് ഈ സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാവ് മുഴുവൻ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും, പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. നിഷാദ് പാടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തിന്റെ 2 വരി അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് കൊടുക്കാൻ ഇതിലും നല്ല ഒരു അവസരമില്ല എന്ന് തോന്നുന്നു. കഴിയുമെങ്കിൽ നിഷാദ് ഞങ്ങൾക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിനും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ ഒരു 2 വരി പാട്ട് പാടാൻ കഴിയുമെങ്കിൽ. തീർച്ചയായിട്ടും. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ,
ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. നിഷാദ, ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തുകൊണ്ട് ഈ പാട്ട് പാടി എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ ശ്രീ രവി മേനോൻ അദ്ദേഹം ഉണ്ടായിരുന്നു ലൈവിൽ, ആ സമയത്ത് പറഞ്ഞതാണ്. കാരണം പി ജയചന്ദ്രൻ എന്നൊരു ഗായകൻ, അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ വലുപ്പം എന്താണ് എന്നൊക്കെ അറിയുന്ന കാലത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ദൂരദർശനിൽ ഞാനൊക്കെ കേട്ട എൻ്റെ ഒരു വ്യക്തിപരമായി വളരെയധികം ഇഷ്ടമുള്ള ആ ഒരു ഗായകനെ അടുത്തറിഞ്ഞ ഒരു ഗാനം കൂടിയാണ്. കാരണം ആ ഒരു ലളിതഗാനമൊക്കെ ആ കാലത്ത് വളരെ സജീവമായി നിന്നിരുന്ന സമയത്ത് അദ്ദേഹം പാടിയ പാട്ടുകളിൽ ഒന്നാണ്. നിഷാദിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് ഗാനം തന്നെയാണോ ഇത്? എന്തുകൊണ്ട് ഈ പാട്ട് തിരഞ്ഞെടുത്തു? തീർച്ചയായിട്ടും ഈ ഗാനം ഒരുപാട് വേദികളിൽ ഞാൻ പാടിയിട്ടുണ്ട്. മാത്രമല്ല ജയേട്ടൻ പാടുന്നത് കേട്ടിട്ട് അതിലെ സാധാരണ ഈ ലെജൻസ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ ജയേട്ടനെ പോലുള്ള ആളുകൾ ഒരു പാട്ട് രണ്ടാമത് ഒരു വേദി പാടുമ്പം എന്തെങ്കിലും പുതിയതൊക്കെ അതിലുണ്ടാവും. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു നമുക്ക് പഠിക്കാനായിട്ട് ഇട്ടുതരും എന്ന് പറയും നമ്മൾ. അപ്പൊ അതേപോലെ ഒരുപാട് വേദികൾ പാടുമ്പോൾ ഓരോ പുതിയ സാധനങ്ങൾ, പുതിയ കാര്യങ്ങൾ ആ പാട്ടിൽ നിന്ന് കിട്ടും. അപ്പൊ ആ അടുത്ത വേദിയിൽ നമ്മൾ പാടാൻ നോക്കുമ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യും. അങ്ങനെ എന്താ പറയാ, ഈ പാട്ട് എപ്പോഴും ഒരു സ്പെഷ്യൽ, മലയാളികൾക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടാണ്, യാതൊരു സംശയവുമില്ല. അത് എന്താ പറയാ, എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ ഒന്നാണ്. അപ്പൊ അത് ജയേട്ടന്റെ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതി തന്നെയായിരുന്നു, ലൈവിൽ പ്രത്യേകിച്ചും. അപ്പൊ അതെന്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്നാണ് ജയേട്ടന്റെ. എത്രയോ പാട്ടുകളുണ്ട്, പക്ഷെ ആദ്യം സംശയമില്ലാതെ പറയുന്ന ഒരു പാട്ട് ഇതാണ്. തീർച്ചയായിട്ടും നിഷാദ്, വളരെയധികം നന്ദി ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്. നിഷാദിൻ്റെ മാത്രമല്ല മലയാളിയുടെ ആകെ ഒരു വ്യക്തിപരമായ ഒരു നഷ്ടത്തിലേക്ക് കൂടിയാണ് ഇന്ന് ഈ ദിവസം കടന്നു പോകുന്നത്. അഭാവ ഗായകൻ്റെ ശബ്ദം ഇനി ഒരിക്കലും പുതിയ ഗാനങ്ങളുമായി വരില്ല. പക്ഷേ അദ്ദേഹം അവശേഷിപ്പിച്ച ഒരുപാട് ഗാനങ്ങളുണ്ട്. അദ്ദേഹത്തെ ഓർമ്മിക്കാൻ അദ്ദേഹം നമ്മുടെ ഓരോ വികാരത്തെയും ഭാവതീവ്രമാക്കിയ ഗാനങ്ങൾ ഒട്ടനവധിയാണ്. ആ ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നെന്നും മലയാളിയുടെ മനസ്സിൽ ജീവിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ മരണമില്ലാത്ത പാട്ടുകൾ കൂടിയാണ് ഇവിടെ ബാക്കിയാകുന്നത്.